പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. സാർ, നിരവധി പേർ ഈ തവണ നമ്മളോട് ചോദിച്ച, ഇത്തവണയല്ല കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് വടക്ക് പടിഞ്ഞാറേ മൂലയെപ്പറ്റി. അതായത് നമ്മൾ തെക്ക് പടിഞ്ഞാറേ മൂലയെപ്പറ്റി വളരെ വിശദമായിട്ട് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ തവണ വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം, സാർ, എൻ്റെ വീട് വടക്കോട്ടാണ് ഫേസ് ചെയ്യുന്നത്, വടക്ക് മുഖമാണ്. എന്നാൽ വടക്കോട്ട് വെച്ചിരിക്കുന്ന ഫേസ് ചെയ്യുന്നത് പോലെ തന്നെ വടക്ക് പടിഞ്ഞാറാണ് ഞങ്ങളുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഓപ്പൺ ഏരിയയാണ്. അത് ശരിയായ രീതിയാണ്? വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് വെച്ചാൽ വായുകോണാണ്, ചന്ദ്രൻ്റെ ദിക്കാണ്. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നൊരു ഭാഗമാണ്, ഏറ്റവും കൂടുതൽ ഊർജ്ജലവലുള്ള ഭാഗമാണ് വടക്ക് പടിഞ്ഞാറ് വായുകോണിൻ്റെ പ്രത്യേകത. വടക്ക് പടിഞ്ഞാറ് വായുകോണിൽ നമുക്ക് കാർ പോർച്ച് രണ്ടാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം തെക്ക് കിഴക്കേ മൂലഭാഗം, അഗ്നികോണെന്ന് പറയും. രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വായുകോണ് തന്നെയാണ്. കാർ പോർച്ച് എടുക്കാം. ആ കാർ പോർച്ച് ചില ആൾക്കാർ കാർ പോർച്ചിട്ട് അതിൻ്റെ പുറകിലേക്ക് സിറ്റൗട്ട് വന്ന് കയറിയെടുക്കാറുണ്ട്. അതിന് നല്ലതേ ഉള്ളൂ, അതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ ഈ വടക്ക് പടിഞ്ഞാറ് ചില ആൾക്കാർ പറയും വടക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് കൊടുക്കാമെന്ന് പറയും. അത് തെറ്റാണ്. അത് ഞാൻ നേരത്തെ പലപ്പോഴും പറയാം, ഒരു മൂലകളിൽ നിന്ന് ടോയ്ലറ്റ് കൊടുക്കരുത്. വടക്ക് പടിഞ്ഞാറ് ശരിക്കും പറഞ്ഞിരുന്നാൽ ഈ ജാതകണമ്പോൾ തന്നെ ചന്ദ്രൻ മൗട്ട്യത്തിലാണെങ്കിൽ പോയി നമുക്കൊരു കാര്യത്തിനും ഒരു സുഖം തോന്നില്ല, എല്ലാം തടസ്സം. അതുകൊണ്ട് പ്രസന്നവദനം ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ദിക്കിൽ അങ്ങനെ കളിക്കേണ്ട ഭാഗമൊന്നുമല്ല. അപ്പോൾ അതാ വേറെ ഒന്നും നോക്കണ്ട, വടക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് സെപ്റ്റിക് കൊടുക്കാൻ പാടില്ല. ചില ആൾക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീടിൻ്റെ പ്രധാനപ്പെട്ട 4 മൂലകളിലും വടക്ക് കിഴക്കേ മൂലഭാഗം, തെക്ക് കിഴക്കേ മൂലഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് പടിഞ്ഞാറ്, ഈ 4 മൂലകളിലും ടോയ്ലറ്റ് കൊടുക്കരുത്. നടുക്കെട്ട് കൊടുക്കേണ്ട തടസ്സമൊന്നുമില്ല. അതുപോലെ എൻ്റെ കൂടെ ഈ അടുത്ത കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്. സാറേ, ഞാൻ ചെയ്തപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ ടോയ്ലറ്റ് കൊടുത്തു. ഞാൻ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനെഴുതി 5 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിലൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇപ്പോൾ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ സൗകര്യപൂർവ്വം പറയട്ടെ. ശാസ്ത്രത്തിൻ്റെ വഴിയിലേ പോവുള്ളൂ. തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേറെ എന്താ സംശയം ചോദിച്ചോളൂ? ഇല്ല. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് അടുക്കള വരാമോ എന്നുള്ളതാണ്. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള യാതൊരു തടസ്സമില്ല. വടക്ക് പടിഞ്ഞാറ് വായുകോണിൽ പിന്നെ അടുക്കള വരാം, നല്ലതേ ഉള്ളൂ. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വരുന്നതുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറാണല്ലോ. അപ്പോൾ നമുക്ക് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ അടുക്കള വരുമ്പോൾ സ്വാഭാവികമായിട്ട് കിഴക്കോട്ട് നോക്കി ആഹാരം വാങ്ങിച്ചോര് ചെറുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അടുക്കള വരുമ്പോൾ വടക്കോട്ട് നോക്കി നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി ആഹാരം പാകം ചെയ്യുന്നതിന് തടസ്സമില്ല. ആവാം. ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറോട്ട് വന്ന് പടിഞ്ഞാറ് നോക്കി നിന്ന് ഈ ദിക്ക് മാത്രം പടിഞ്ഞാറ് നോക്കി നിന്ന് ആഹാരം പാഞ്ഞതിന് തടസ്സമില്ല. അപ്പോൾ സിങ്ക് കൊടുക്കാം. പിന്നെ പല ആൾക്കാർ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അഗ്നി കൊടുക്കുന്നുണ്ട്, സ്റ്റൗ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഗ്യാസ് സ്റ്റവ് എന്തായിക്കോട്ടെ, തൊട്ട് ചേർന്ന് അഗ്നിയും ജലവും എന്ന് പറയുന്നത് രണ്ടും 2 രീതിയാണ്. അപ്പോൾ ചേർന്ന് നമ്മൾ സിങ്ക് കൊടുക്കരുത്, അടുത്ത സ്ലാബ് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം, പടിഞ്ഞാറോട്ടാണ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു കൊണ്ട് പടിഞ്ഞാറൊന്ന് ആഹാരം പാകം ചെയ്തിട്ട് വടക്ക് ഭാഗത്ത് സിങ്ക് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് നമ്മൾ ആഹാരം പാഞ്ഞത്, പടിഞ്ഞാറ് ഭാഗത്ത് സിങ്ക് കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുക്കാം. ഒന്നിൻ്റെ തൊട്ടടുത്തടുത്ത് വേണ്ടെന്നർത്ഥം. ഇപ്പോഴ് അടുക്കളയിലെ ആൾക്കാർ ഇപ്പോൾ എന്തെല്ലാം മോഡേൺ അറിയാമല്ലോ. ഇപ്പോഴ് പണ്ടത്തെ തത്വം അനുസരിച്ച് 4 ചുമരിനുള്ളിലാണ് അടുക്കള പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചുമരൊന്നും ഇല്ലാത്ത രീതിയായി. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ എന്നുള്ള തത്വത്തിൽ ഡോറില്ല. പോട്ടെ, ഡോറ് വേണ്ട. ചില ആൾക്കാർ അതുമല്ല, ഒരുപാട് ഓപ്പൺ ചെയ്ത്, അങ്ങനെ ഒരിക്കലും പാടില്ല. ഒരുപാട് ഓപ്പൺ ചെയ്താൽ അടുക്കളയും ഇപ്പോൾ തൊട്ടിരിക്കുന്ന ഡൈനിങ് ഹാളും കൂടെ ചുറ്റളവ് കറക്കി എടുക്കുമ്പോൾ അത് വിരുദ്ധമായിട്ട് വരും. അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ഓപ്പൺ ചെയ്യേണ്ടത്, കട്ടളപ്പടി വയ്ക്കാത്ത ഭാഗം ഓപ്പണായി കിടന്നുകൊണ്ട് ബാക്കി നമുക്ക് ചില ആൾക്കാർ ഈ സ്ലാബ് അടിച്ചിട്ട് അപ്പുറം ഇരുന്ന് ആഹാരം കഴിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും ചെറുപ്പുണ്ടല്ലോ, ഏകദേശം 1 മീറ്ററോളം അല്ലെങ്കിൽ ഒരു 120 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ സ്ലാബ് പോലെ വരികയാണെങ്കിൽ ചെറുക്കും, അതായിക്കോട്ടെ. അല്ലാതെ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുക്കള ഏത് ഡൈനിങ് ഹാളെന്ന് അറിയാൻ പറ്റില്ല. അതൊക്കെ വലിയ കുഴപ്പം ചെയ്യും കേട്ടോ.
അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെയാണ്, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രശ്നങ്ങളായിട്ട് വരും. അവർക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള അടുക്കളയിൽ അതിന് തീർച്ചയായിട്ടും വർക്കിംഗ് കിച്ചൺ കാണും. ഇതൊരു മോഡേൺ കിച്ചണാണ് ഈ പറഞ്ഞത്. വർക്കിംഗ് കിച്ചൺ തൊട്ടപ്പുറത്തുണ്ട്. അവിടെ ആയിരിക്കും ശരിക്കും പാചകം നടക്കുന്നത്. പിന്നെ വല്ല ഇറച്ചിയോ മീനോ ഒക്കെ വറക്കാനും പൊരിക്കാനും ഒക്കെ എടുക്കാനും ഒക്കെ ആ ഭാഗങ്ങളിലായിരിക്കും. അല്ല ഇങ്ങോട്ട് ഈ മോഡേൺ കിച്ചണിലേക്ക് വരില്ല. പക്ഷേ പിന്നെ അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു സിറ്റുവേഷൻ വരും. ഇനി എന്തൊക്കെ എക്സസ് ഫാൻ വച്ചിരുന്നാലും കാര്യങ്ങൾ എന്നിരുന്നാലും ഒന്നും ശരിയാകില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ആധുനികമായിട്ട് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് കിച്ചണും മോഡേൺ കിച്ചണും ചെയ്യുന്നത്. ഈ മോഡേൺ കിച്ചണായിട്ട് ചെയ്യുന്നത് ഒരു ഷോ ഫീസാണ്. അത്യാവശ്യം ഒരു ചായ ഇടുക, മറ്റേ കാര്യങ്ങൾ അല്ലേ. അപ്പുറത്താണ് കാര്യമായിട്ട്. ഇപ്പം ഉദാഹരണം, തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയാണ്. തെക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് വർക്കിംഗ് കിച്ചൺ എടുക്കും. അതിൻ്റെ ഇപ്പുറത്തോട്ട് കിഴക്ക് ഭാഗത്ത് അതിൻ്റെ വടക്ക് ഭാഗത്തോട്ട് മാറിയിട്ട് മോഡേൺ കിച്ചണായിട്ട് വരും. അത് തടസ്സമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കിച്ചൺ ശരിക്കും ആദ്യമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അത് എല്ലാ കാര്യം തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കൊടുക്കുമ്പോൾ തെക്ക് ഭാഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം. കിഴക്കോട്ട് ഇറങ്ങരുത്, അതിൻ്റെ തെക്കോട്ട് ഇറങ്ങണം ചെയ്യുക. അപ്പോൾ ഇതേ രീതി തന്നെ നോക്കിക്കോളൂ. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അടുക്കള വന്നു. വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് അടുക്കള വരണമെങ്കിൽ വർക്കിംഗ് കിച്ചണായിട്ട് വടക്ക് കിഴക്ക് ഭാഗം വരും സ്വാഭാവികമായിട്ടും. അതിൻ്റെ പടിഞ്ഞാറോട്ട് മാറി നമുക്കൊരു മോഡേൺ കിച്ചണാക്കി എടുക്കാം. പിന്നെ അതുപോലെ നേരത്തെ ചോദിച്ചാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം വർക്കിംഗ് കിച്ചൺ വരും. കിഴക്കോട്ട് മാറിയുള്ള ഭാഗത്ത് മോഡേൺ കിച്ചണായിട്ട് ഇങ്ങനെ ക്രമീകരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീടിൻ്റെ സന്തുലനാവസ്ഥ എന്ന് കറക്റ്റായിരിക്കും നടത്തും. സർ, ഇതിനോട് ചേർന്ന് മറ്റൊരു ചോദ്യം. സർ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ഞങ്ങൾക്ക് പട്ടിയെ കെട്ടാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പെറ്റ്സിന് വേണ്ടിയുള്ള കൂടുകളൊക്കെ ഈ സൈഡിൽ ഒരുക്കുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് നമ്മുടെ പക്ഷിക്കൂട് പട്ടിക്കൂടൊക്കെ ചെയ്യേണ്ട സ്ഥലം. അതിന് ഉത്തമ രാശിയുമുള്ള സ്ഥലമാണ്. ചെയ്യാം, തടസ്സമില്ല. പട്ടിയെ വളർത്താം, പട്ടിക്കൂട് ചെയ്യാം, ബേഡ്സിനെ വളർത്താം. എന്നാൽ ജലരാശിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് ചില ആൾക്കാർ ചെറിയൊരു ടാങ്ക് കെട്ടി ഫിഷിനെ വളർത്തുന്നത്, ചെറിയൊരു മിനി ആമ്പൽക്കുളം, ഇതൊക്കെ ആണെങ്കിൽ ഈ വടക്കിൻ്റെ മധ്യമെടുത്ത് കിഴക്കോട്ടും കിഴക്കിൻ്റെ മധ്യമെടുത്ത് വടക്കോട്ടും വരുന്ന ഭാഗം മകരം, കുംഭം, മീനം, മേടൻ രാശികളിൽ ആണ് ജലമായിട്ട് ബന്ധപ്പെട്ട രാശിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ഈ അനുകൂലമായ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീട്ടിൽ കളിയാടും. എല്ലാ ഐശ്വര്യവും ഉണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും വിരുദ്ധമായിട്ട് ചെയ്തു പോയാൽ അതിൻ്റെ ദോഷം സംഭവിക്കുമെന്ന് അർത്ഥം. സർ, എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ വീട്ടിൽ വാസ്തുമണ്ഡലത്തിൻ്റെ പുറത്ത് തെക്ക് കിഴക്കേ മൂലഭാഗത്ത്, അതായത് അഗ്നികോണിൽ ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. അത് വാസ്തുമണ്ഡലത്തിൻ്റെ പുറത്തായതിനാൽ അതിന് ദോഷമുണ്ടോ? അത് അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടോ? അതായത് വാസ്തുപ്രകാരം വാസ്തുമണ്ഡലത്തിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് കർക്കിടകത്തിലും വടക്ക് പടിഞ്ഞാറ് വൃശ്ചികത്തിലും സെപ്റ്റിക് ടാങ്ക് വരാമെന്നില്ലേ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒരു ചുറ്റുമതിൽ കെട്ടിക്കഴിഞ്ഞു. ചുറ്റുമതിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് വാസ്തുമണ്ഡലമാണ്. ചുറ്റുമതിലിന് അകത്തുള്ള ഭാഗം. ചുറ്റുമതിലിന് വെളിയിൽ നിങ്ങൾക്ക് എവിടെ വേണോ എന്ത് വെച്ചിരുന്നാലും ഈ വീടുകൊണ്ട് യാതൊരു ബന്ധമില്ലെന്ന് അർത്ഥം. അത് ഏത് ദിക്കായിരുന്നാലും ശരി. അതായത് നമ്മളൊരു വീട് വെച്ച് ചുറ്റുമതിൽ മന കെട്ടിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ വെളിയിൽ ഏത് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് കൊടുത്തിരുന്നാലും അല്ലെങ്കിൽ കിണർ വന്നിരുന്നാലും എന്ത് വന്നിരുന്നാലും ഈ വീടോട് യാതൊരു ബന്ധമില്ല. കാരണം നിങ്ങളുടെ വാസ്തുമണ്ഡലം നിൽക്കുന്ന ഈ ചുറ്റുമതിനകത്താണ്. അതുകൊണ്ട് അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇന്ന് കുറേ വടക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.